ഹായ് ഓൾ. നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് തുടങ്ങിയത്. പവർ റിലേഷൻസ്, ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരൻറ്റ് പവർ, കോംപ്ലക്സ് പവറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 3 ഫേസ് സർക്യൂട്ട്സ് ആണ്. ഓൾറെഡി നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പേപ്പറിൽ 3 ഫേസ് സർക്യൂട്ട്സ്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലും ഉള്ളതാണ്. +1 +2 സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, അതുപോലെ ഫേസ് സീക്വൻസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഫേസർ കൺസെപ്റ്റ്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്ന കാര്യങ്ങൾ. നമുക്കിവിടെ വരുന്നത് അൺബാലൻസ്ഡ് സ്റ്റാർ ആൻഡ് ഡെൽറ്റയാണ്. അതിനുമുമ്പ് ഞാനൊരു റിവ്യൂ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുമ്പം ഐഡിയ ഉണ്ടില്ല. സോ 3 ഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ഇവിടെ വോൾട്ടേജ് വേഴ്സസ് ടൈമാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ 3 ഫേസസ് നോർമലി നമ്മൾ RYB എന്നാണ് ഒരു കൺവെൻഷനിൽ യൂസ് ചെയ്യുന്നത് ഫേസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, അല്ലെങ്കിൽ പ്രോബ്ലത്തിലോ ടെക്സ്റ്റ് ബുക്കുകളിലോ ഒക്കെ ABC എന്ന് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പം RYB എന്ന് പറയുന്ന 3 ഫേസസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ കൺസ്യൂമിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അതെന്ന് പറയുന്ന ഒരു പെർ ഫേസ് വോൾട്ടേജാണ്. ഒരു ഫേസും ഒരു ന്യൂട്രലും മാത്രമാണ് നമുക്ക് തരുന്നത്. അപ്പം ഇവിടെ നമുക്ക് RYBN ഇങ്ങനെ ഇതിനെയാണ് 4 വയർ എന്ന് പറയുന്നത്. RYB ആൻഡ് N 3 ഫേസും ഒരു ന്യൂട്രലുമാണ് നോർമലി ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു B ഫേസും ന്യൂട്രലും തരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന Yയും N ആയിരിക്കും, അല്ലെങ്കിൽ Rഉം N ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫേസ് RYBയിൽ ഏതെങ്കിലും ഒരു ഫേസും ന്യൂട്രലും കൂടെയാണ് ഒരു സിംഗിൾ ഫേസ് കൺസ്യൂമറിന് തരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ചിലപ്പോൾ കറണ്ട് കാണും. അത് ഫേസിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ്. ഒരു ഫേസ് പോയാൽ മറ്റു ഫേസ് പോകണം നിർബന്ധമില്ല. അപ്പം 3 ഫേസും ഒരു ന്യൂട്രലും ആണ് ഡിസ്ട്രിബ്യൂഷൻ എൻഡിൽ വരുന്നത്. 3 ഫേസ് 4 വയർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ സ്റ്റാറും ഡെൽറ്റ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നിങ്ങൾ ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, ഫേസ് കറണ്ട് ആൻഡ് ലൈൻ കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിയണം. ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ടാണ്. 230 വോൾട്ട് തരുമ്പോൾ നമ്മളൊരു സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം ഓരോ ഫേസും ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് എന്നാണ് അസംഷൻ. ചെറിയ വോൾട്ടേജ് ഒക്കെ വ്യത്യാസം ഉണ്ട്, 0 വോൾട്ടൊന്നും ആയിരിക്കില്ല. അപ്പം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 0 വോൾട്ടുള്ള ഒരു ന്യൂട്രൽ ലൈനും ഏതെങ്കിലും ഒരു ഫേസ് ലൈനും ആയിരിക്കും നമുക്ക് തരുന്നത്. ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 230 വോൾട്ട് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പെർ ഫേസ് വോൾട്ടേജ്, ഓരോ ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ VPH എന്ന് എഴുതാറുണ്ട്. പെർ ഫേസ് വോൾട്ടേജാണ്. ഇപ്പോൾ Yയും Nനും ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ Yക്കും Nനും ഇടയ്ക്കും ഫേസ് വോൾട്ടേജാണ്. അതുപോലെ തന്നെ Rഉം Nനുമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ Rനും Nനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ V ഫേസ് എന്ന് പറയാം. അതായത് പെർ ഫേസ് വോൾട്ടേജ് ഒരു ഫേസിന് സ്വന്തമായിട്ടുള്ളതാണ്, ആ ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക് കാണിക്കുക. ദെൻ നമ്മളതിനെ VRN എന്ന് എഴുതാറുണ്ട്. VRN എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? VRN ദാറ്റ് ഈസ് R ഫേസിനും Nനും ഇടയ്ക്ക്, ദാറ്റ് ഈസ് പെർ ഫേസ് വോൾട്ടേജാണ്. അതുപോലെ VYN എന്ന് എഴുതാം, VBN എന്ന് എഴുതാം. അതായത് ഇവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള പൊട്ടൻഷ്യലാണ്, ലൈൻ്റെ പൊട്ടൻഷ്യലാണ്. ഇതിനെയാണ് പെർ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ലൈൻസിനിടയിലുള്ള പൊട്ടൻഷ്യലാണ്. Rനും Yക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ VRY എന്ന് എഴുതും. അതുപോലെ VBY എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ, അതുപോലെ VRB എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. അങ്ങനെ ഓരോ ഫേസിനും 2 ഫേസുകൾക്കും ഇടയിലുള്ള പൊട്ടൻഷ്യലിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്റ്റാറിൻ്റെയും ഡെൽറ്റയിലെയും റിലേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലൈൻ വോൾട്ടേജ് = √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആണ്. അതുപോലെ IL = I ഫേസ് ആണ് സ്റ്റാറിലെ കണക്ഷൻ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിക്കണം, സ്റ്റാറിലെയോ ഡെൽറ്റയിലെയോ ഏതെങ്കിലും ഒരു സെറ്റ് വാല്യൂസ് പഠിക്കുക. VL = √3 V ഫേസ് ആൻഡ് IL = I ഫേസ് ആണ് സ്റ്റാറിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ലൈനും ഫേസും വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ 3 ഫേസസിൻ്റെ കാര്യം പറഞ്ഞു. ഒരു സിംഗിൾ ഫേസ് എന്ന് പറയുന്ന സംഭവം 3 ഫേസിലേക്ക് മാറ്റുമ്പം എന്താണ് ഗുണം എന്ന് പറയുന്നത്? ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്. അതായത് സിംഗിൾ ഫേസ് 3 ഫേസ് ആകുമ്പോൾ തന്നെ പവർ ഹൈ ആയിരിക്കും, ഹൈ പവർ അതിന് ആ ലൈനിന് തരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം 3 ഫേസ് ലോഡ്സ്, അതുപോലെ 3 ഫേസ് മോട്ടോഴ്സൊക്കെ ഉണ്ടല്ലോ, ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സൊക്കെ റൺ ചെയ്യണമെങ്കിൽ സിംഗിൾ ഫേസ് സപ്ലൈ കൊണ്ട് നടക്കില്ല. അപ്പം അവരൊക്കെ 3 ഫേസ് കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഇനി ഓരോ ഫേസും തമ്മിൽ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര? 2π ആണ്, അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ്. അപ്പം ഇത് ഇത്രയും എത്രയാണ്? ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. സോ 120 ഡിഗ്രിയുടെ ഡിഫറൻസിലാണ് ഓരോ ഫേസും ഇരിക്കുന്നത്. ഒരു 120 ഡിഗ്രിക്ക് ശേഷമാണ് അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 120 ഡിഗ്രീസിന് ശേഷമാണ് അടുത്ത മൂന്നാമത്തെ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഫേസും 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതാണ് 3 ഫേസിൽ അങ്ങനെയായിരിക്കും വൈൻഡിങ്സ് വയ്ക്കുന്നത്. 3 ഫേസ് ജനറേറ്റേഴ്സ്, ഓൾട്ടർനേറ്റേഴ്സിൽ 3 ഫേസ് ജനറേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കും. അവിടെ നമ്മൾ 3 ഫേസ് വൈൻഡിങ്സ് വയ്ക്കും. ആ ഫേസ് വൈൻഡിങ്സിൽ 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും ഫേസ് സീക്വൻസ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിംഗിൾ ഫേസ് യൂസ് ചെയ്യാതെ 3 ഫേസ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓൾറെഡി നിങ്ങൾ ഇത് 3 ഫേസ് സർക്യൂട്ട്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്കിതൊന്നും അല്ല ആവശ്യമുള്ളത്, ഇതെല്ലാം ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് പോകേണ്ടത്. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ്. ദെൻ ഫേസ് സീക്വൻസ് എന്ന് പറയുന്ന സംഭവം, ഇപ്പം നമ്മൾ RYB, ഇപ്പോൾ ഒരു ഫേസറിൻ്റെ റൊട്ടേഷൻ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുക. അപ്പം 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും, കണ്ടോ, 3 ഫേസറും 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജസ്, അതായത് നമ്മളിപ്പോൾ ഒരു ഫിഗർ വരച്ചിരുന്നല്ലോ, ഈ ഫിഗറിൽ ഫേസ് വോൾട്ടേജിൽ ഏത് ഫേസാണ് ആദ്യം പീക്കിലെത്തുന്നത്, R ഫേസ് ആണ് ആദ്യം പീക്ക് വരുന്നത്, അടുത്ത Y ഫേസ്, അടുത്ത B ഫേസ്, അങ്ങനെ വരികയാണെങ്കിൽ RYB ആണ് ഫേസ് സീക്വൻസ്. ക്ലിയർ ആയോ? അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ Y ആണ് ആദ്യം പീക്ക് വരുന്നതെങ്കിൽ ദെൻ B ആ വരുന്നത്, ദെൻ R ആ വരുന്നതെങ്കിൽ YBR ആയിരിക്കും അവിടുത്തെ ഫേസ് സീക്വൻസ്. അപ്പം മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഫേസ് വോൾട്ടേജസ് അറ്റൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഫേസ് സീക്വൻസ് വരുന്നത്. അപ്പോൾ it is also evident from phasor diagram in which phasors with its positive direction of anti-clockwise rotation passes a fixed point is order RYB ഓ YBR ഓ ഏത് ഡയറക്ഷൻ ആണോ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോ സിഗ്നൽസ് എഴുതാണ്, VR, VY ആൻഡ് VB. അപ്പോൾ VR എന്ന് പറയുന്നത് VM sin omega t ആണെങ്കിൽ VY എന്ന് പറയുന്നത് അതിനെക്കാട്ടി 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആണ്. omega t മൈനസ് 120 എന്ന് പറഞ്ഞാൽ എന്താ, 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുപോലെ അടുത്തൊന്നാണ് VM sin omega t മൈനസ് 240 എന്ന് പറഞ്ഞാൽ എന്താ, 240 ഡിഗ്രി ആദ്യത്തെ സിഗ്നലിനേക്കാൾ VRനേക്കാൾ 240 ഡിഗ്രി താമസിച്ചാണ് അടുത്ത VB എന്ന് പറയുന്ന സിഗ്നൽ വരുന്നതെന്നാണ്. മൈനസ് 240 എന്ന് പറഞ്ഞാൽ 120 തന്നെയാണ്, പ്ലസ് 120 ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ VR = VM ആംഗിൾ 0, VM ആംഗിൾ മൈനസ് 120, VM ആംഗിൾ പ്ലസ് 120, ഇങ്ങനെ എഴുതാം. 3 VR, VY, VB. ഇനി സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനാണ്. സ്റ്റാർ ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ട്, RYB. അതിന് 6 ടെർമിനൽസും കാണും. RYBയുടെ വൈൻഡിങ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് R', Y', B' എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ 2 കോമൺ കണക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, സ്റ്റാർ കണക്ഷൻ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ഇതാണ് നമ്മുടെ സ്റ്റാർ കണക്ഷൻ. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു R' എന്ന് പറയുന്ന കോയിൽ, അതുപോലെ B' എന്ന് പറയുന്ന കോയിൽ, Y' എന്ന് പറയുന്ന 3 കോയിൽസ് ഉണ്ട്. ഇവർ 3 പേരെയും സ്റ്റാറായിട്ടാണ് കണക്ട് ചെയ്തത്. ഇത് സ്റ്റാർ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിന് ന്യൂട്രൽ പോയിൻ്റ് നമ്മൾ പറയും. സ്റ്റാറിൻ്റെ 3 കോയിൽസ് എൻഡ് ചെയ്യുന്ന പോയിൻറ്റിന് ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയും. ഇതൊരു 3 ഫേസ് 4 വയർ സ്റ്റാറാണ്. അല്ലാതെ ന്യൂട്രൽ എടുക്കുന്നില്ലെങ്കിൽ 3 ഫേസ് 3 വയർ കിട്ടും. ഇതൊക്കെ ഞാനൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പം ഇതിൻ്റെ കണ്ടോ ഡിസിമിലർ എൻഡ്സാണ് കണക്ട് ചെയ്തത്. മറ്റേ നമ്മൾ R', B', Y' കണക്ട് ചെയ്ത് ന്യൂട്രൽ കിട്ടി. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ, ഡെൽറ്റ എന്ന് പറയുന്ന ഷേപ്പിൽ കിട്ടണം. അതുകൊണ്ടാണ് R' Y'ൽ കണക്ട് ചെയ്തു, Y' B'യിൽ കണക്ട് ചെയ്തു, B' R'ൽ കണക്ട് ചെയ്തു. ഇവിടെ ന്യൂട്രൽ കാണത്തില്ല. അപ്പം ഇതിൽ
ലൈൻ ടെർമിനൽസിലേക്കാണ് ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എടുക്കുന്നത്. ഓരോ കോർണേഴ്സും ലൈനിൽ ആർ വൈ ബിയിൽ കണക്ട് ചെയ്യും. ന്യൂട്രലൊന്നും ഇല്ല ഇതിനകത്ത് നിന്ന് എടുക്കാൻ. ഇനി സം ഓഫ് ദ വോൾട്ടേജസ് ഇൻ ദ ക്ലോസ്ഡ് പാത്ത് ഫോർ ബാലൻസ്ഡ് സിസ്റ്റം. ബാലൻസ്ഡ് ആണെങ്കിൽ സം ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് 0. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെയും ന്യൂട്രലിലും ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് കാണത്തില്ല. ഇവിടെ കറണ്ട് മീറ്റിംഗ് ആയിട്ട് ഇവിടെ നിന്നെല്ലാം കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്താൽ IR പ്ലസ് IY പ്ലസ് IB എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് IN ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ബാലൻസ്ഡ് ലോഡാണെങ്കിൽ. ബാലൻസ്ഡ് എന്ന് മീൻസ് ഇത് 10 Ohm ആണെങ്കിൽ ഇതും 10 Ohm ഇതും 10 Ohm ആണ്. ഒരേ ഇമ്പിഡൻസും വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈക്വൽ ആണെങ്കിൽ ഇത് 120 ഡിഗ്രി അടുത്ത 120 ഡിഗ്രി അടുത്ത 120 ഡിഗ്രി എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം t 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിൽ ഇവരുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആവും. അതാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. നമുക്ക് പഠിക്കാനുള്ളത് അൺബാലൻസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ the main advantage of star connection is that we can have 2 different 3-phase voltages. വെച്ചാൽ നമുക്ക് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും അതിനകത്ത് നിന്ന് എടുക്കാം. ഡെൽറ്റയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെൽറ്റയിൽ കണ്ടോ ആറിനും വൈക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ, വൈക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ, അതുപോലെ ആറിനും ബിക്കും അക്രോസുള്ള പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത് എന്താ? ലൈൻ പൊട്ടൻഷ്യൽ, ലൈൻ വോൾട്ടേജാണ്, VL ആണ്. പക്ഷെ നമുക്ക് ലൈൻ ആണെങ്കിൽ സ്റ്റാർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഒന്നുകിൽ ആറിനും എന്നിനും ഇടയ്ക്ക് എടുക്കാം, അത് ഫേസ് വോൾട്ടേജാണ്. അല്ലെങ്കിൽ ആറിനും വൈക്കും അക്രോസ് എടുക്കാം, അത് ലൈൻ വോൾട്ടേജാണ്. അപ്പോൾ രണ്ടും കിട്ടും നമുക്ക്. VLഉം V ഫേസും എടുക്കാം. ക്ലിയർ ആണല്ലോ? അതുപോലെ വോൾട്ടേജ് ബിറ്റ്വീൻ R and Y and B and B and R are called ലൈൻ വോൾട്ടേജസ്. അതൊക്കെ നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. RNനും ഓരോ ഫേസിനും സ്വന്തമായിട്ടുള്ളത് ഫേസ് വോൾട്ടേജുമാണ്. ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ്. അപ്പം ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലെ കറണ്ട് എങ്ങനെയായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോകണം. ഇവിടെ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജിൻ്റെ റിലേഷൻ ഇൻ സ്റ്റാർ കണക്ഷൻ നോക്കുകയാണ്. ഇവിടെ നോക്കിക്കോ, R, Y, B ആൻഡ് ന്യൂട്രൽ. ദെൻ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യുകയാണ്. ആറിലൂടെ ഉള്ളത് IR, IY, IB. അപ്പം ഈ ഒരു 3 ഫേസ് 4 വയർ കണക്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈച്ച് കോയിലിലെ പൊട്ടൻഷ്യൽ നമുക്ക് ലൈൻ വോൾട്ടേജ്, അതായത് VRR, ഓരോ VRN എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജാണ്. നമുക്ക് VRN, VYN, VBN എന്നൊക്കെ പറയുന്നത് ഫേസ് വോൾട്ടേജസ് ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, VRR ഡാഷ്, അതായത് ഈ കോയിൽ, VBB ഡാഷ് ഓർ VYY ഡാഷ് എന്നൊക്കെ ഓരോ കോയിലിന് അക്രോസ് മാത്രമുള്ളതിനെ ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കും. ദെൻ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? VRY, ആറിനും വൈക്കും ഇടയ്ക്ക്, ഈ ആറിനും വൈക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ആറിനും ബിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ വൈക്കും ബിക്കും ഇടയ്ക്ക്. ഇതിനാണ് നമ്മൾ ലൈൻ വോൾട്ടേജസ് എന്ന് വിളിക്കുന്നത്. ഇനി അവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഫേസർ വെച്ച് പഠിക്കണം, എന്നാലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഇവിടെ ഈ ഫേസർ ഡയഗ്രാം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസർ ഡയഗ്രാമാണ്. ഈ ഫേസർ വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ അറിയേണ്ട എത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ VRN, VYN, VBN എന്ന് പറയുന്ന 3 സംഭവങ്ങൾ ആദ്യം വരയ്ക്കാം. അതായത് VRN എന്ന് പറഞ്ഞാൽ എന്താ? R ഫേസിൽ പൊട്ടൻഷ്യൽ ഫേസ് വോൾട്ടേജ്, VYN ആൻഡ് VBN. VRN, VYN ആൻഡ് VBN എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജസ് ഓഫ് R, Y ആൻഡ് B എന്ന് പറയുന്ന 3 ഫേസസ് ആണ്. നമുക്കറിയാം ഇവരെല്ലാവരും തമ്മിലുള്ള ഡിഫറൻസ് 120 ഡിഗ്രീസ് ആണ്. 120 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് ഇവരെല്ലാം വരുന്ന പോലെയാണ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് ഓൾട്ടർനേറ്ററിൽ. അപ്പോൾ നമുക്ക് 120 ഡിഗ്രി അപ്പാർട്ടായിട്ടുള്ള 3 ഫേസ് വോൾട്ടേജസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ലൈൻ വോൾട്ടേജസിൻ്റെ റിലേഷനാണല്ലോ. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്? 2 ലൈനിനിടയ്ക്ക് VRY, VRB, അതുപോലെ VBY, ഇങ്ങനെ 3 വോൾട്ടേജസാണ് ലൈൻ വോൾട്ടേജ് ഉള്ളത്. നമ്മുടെ കയ്യിൽ ഫേസ് വോൾട്ടേജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങൾക്ക്. VRY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VR മൈനസ് VY ആണെന്നറിയണം.
അതുപോലെ വി ആർ ബി എന്ന് പറഞ്ഞാൽ വി ആർ മൈനസ് വി ബി ആണ്. അതുപോലെ വി വി വൈ എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി വൈ ആണ്. വി ബി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് വി ബി എൻ, വി വൈ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് വി വൈ എൻ. അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി ആർ വൈ, വി ആർ ബി ആൻഡ് വി ബി വൈ. അപ്പോൾ നമുക്ക് 3 ഫേസേഴ്സ് നമ്മൾ ആദ്യമേ വരച്ചു കഴിഞ്ഞു. ഏതാ? മൂന്ന് ഫേസ് വോൾട്ടേജസും വരച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വേണം. ഫസ്റ്റ് വി ആർ വൈ വേണമെങ്കിൽ എന്തൊക്കെ വേണം? വി ആർ എൻ, അതായത് ആർ ഫേസിൻ്റെ വോൾട്ടേജ്, മൈനസ് വി വൈ എൻ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വി ആർ എൻ എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കയ്യിൽ വി ആർ എൻ ഉണ്ട്. ഇനി എന്ത് വേണം? വി വൈ എൻ വേണം. വി വൈ എൻ എവിടെ ഉണ്ട്? അതെ, ഇത് വി വൈ എൻ ആണല്ലോ. ക്ലിയർ അല്ലേ? ഈ വി ആർ എൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്തും കൂടെ വേണം? വി വൈ എൻ വേണം. വി വൈ എൻ എന്ന് പറഞ്ഞാൽ ഫേസർ ഇതാണ്. പക്ഷെ നമുക്ക് വേണ്ട ഏതാ? വി ആർ എൻ മൈനസ് വി വൈ എൻ, ഇതാണ് വേണ്ടത്. എന്നാലേ വി ആർ വൈ ആവുള്ളൂ. അപ്പോൾ വി ആർ എൻ മൈനസ് വി വൈ എൻ വേണം. ഇത് പ്ലസ് വി വൈ എൻ ആണ്. മൈനസ് വി വൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. കണ്ടോ വരച്ചിരിക്കുന്നത്? മൈനസ് വി വൈ എൻ. അതായത് വി വൈ എൻ എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ്, പക്ഷേ മൈനസ് വി വൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ മതി. മൈനസ് വി വൈ എൻ കിട്ടി. ഈ ഫേസർ വി ആർ എന്നുമാണ്. ദെൻ ഇവരുടെ പാരലൽ ലോ വെച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെ റിസൾട്ടൻ്റ് ആണ് വി ആർ വൈ എന്ന് പറയുന്ന ഫേസർ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെയാണ് ഈ ഓരോന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. വി ബി ആർ, വി വൈ ബി എന്ന് പറയുന്ന ഓരോ ഇക്വേഷനും ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം വി ബി എന്നും വി ആർ എന്നിനും ഇടയ്ക്ക് 120 ഡിഗ്രി ഉണ്ട്. സോ ഇവിടെ വരുന്നത് ബാക്കി എത്ര? 30 ഡിഗ്രീസ് മാത്രമേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 120, അപ്പം ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 60, ഇത് പകുതി 60, ദെൻ അതിൻ്റെ ഹാഫ് 30 ഡിഗ്രീസാണ് വരുന്നത്. അപ്പം വി ആർ എന്നും വി വൈ എന്നിനും ഇടയ്ക്ക് വരുന്നത് 30 ഡിഗ്രീസാണ്. ഏതാ? ഫേസ് വോൾട്ടേജിനും ലൈൻ വോൾട്ടേജിനും ഇടയിൽ വരുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഫേസർ പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. അതിൽ നിന്ന് ഈ സംഭവങ്ങൾ നമുക്ക് വോൾട്ടേജിൻ്റെ റിലേഷൻസ് ഇവിടെ കണ്ടു എഴുതിയിരിക്കുന്നത്. വി ആർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ എൻ മൈനസ് വി വൈ എൻ, ഞാൻ പറഞ്ഞു തന്ന സംഭവങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് വി ആർ വൈ ഇപ്പം നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചിരുന്നു. വി ആർ വൈ എന്ന് പറയുന്നത് √3 ടൈംസ് വി ഫേസ് എന്ന് കിട്ടും. √3 വി ആർ വൈ ഇസ് √3 ടൈംസ് വി ഫേസ് വോൾട്ടേജിൻ്റെ √3 ടൈംസ് ആയിട്ട് കിട്ടും. അതിൻ്റെ പാരലഗ്രം ലോ ബൈസെക്റ്റ് ചെയ്യുന്ന ആംഗിളും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങളത് സോൾവ് ചെയ്ത് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഫിഗറിനകത്തു നിന്നാണ് എഴുതുന്നത്. ഇത് വി ആർ വൈയും ഇത് വി ആർ എന്നും ആണ്. അപ്പം സ്റ്റാറിലെ റിലേഷൻ എന്ന് പറഞ്ഞാൽ വി എൽ ഇസ് ഈക്വൽ ടു √3 ടൈംസ് വി ഫേസ് ആണ്. അപ്പം എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് വന്നത്? വി ആർ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വി ആർ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വി ആർ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് വി വൈ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 വി ആർ എൻ വി വൈ എൻ കോസ് 60 എന്ന് വരും. അത് സോൾവ് ചെയ്യുമ്പോൾ 3 വി ഫേസ് സ്ക്വയർ എന്ന് കിട്ടും. ഫേസ് വോൾട്ടേജ് ആണ് രണ്ട് സൈഡിലും വരുന്നത്. ഏതാ? ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യമാണ് കേട്ടോ. വി ആർ എന്നും വി വൈ എന്നും രണ്ട് ഫേസ് വോൾട്ടേജാണ് വരുന്നത്. സോ ഇതിനിടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അത് പാരലഗ്രം ലോ വെച്ചിട്ടാണ് ഈ എക്സ്പ്രഷൻ എഴുതിയേക്കുന്നത്. ഇതിൽ നിന്ന് വി ആർ വൈ ഇസ് ഈക്വൽ ടു √3 ടൈംസ് വി ഫേസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി എൽ ഇസ് ഈക്വൽ ടു വി ആർ വൈ എന്ന് പറഞ്ഞാൽ ഏതാ? ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ് എന്ന് കിട്ടും. അതാണ് എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള സ്റ്റാർ കണക്ഷനിലെ റിലേഷൻ. When the system is balanced, the 3 phase currents IR, YY and IB are balanced. Line current എന്ന് പറയുന്നത് ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സം ഓഫ് IR പ്ലസ് IY പ്ലസ് IB ആയിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷനിൽ ഒരു പ്രോബ്ലം ഇല്ല. ന്യൂട്രൽ കറണ്ട് 0 ആണ്. ഇവരെല്ലാം കൂടെ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ലൈൻ കറണ്ട് ഫേസ് കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം സ്റ്റാറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ
IL എന്ന് പറയുന്നതും I ഫേസ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ലൈനിലൂടെ പോകുന്നത്, ഈ ലൈനിലെ കറണ്ട് തന്നെയാണ് ഈ ഫേസിൽ പോകുന്നത്. സോ IL = I ഫേസ് ആണ്. അതാണ് അവിടുത്തെ റിലേഷൻ. പിന്നുള്ളത് നെക്സ്റ്റ് ഡെൽറ്റ കണക്ഷൻ ഓർ മെഷ് കണക്ഷൻ ആണ്. ഇപ്പോൾ സ്റ്റാറിൻ്റെ 3 ഫേസ് 4 വയറും 3 ഫേസ് 3 വയറും ഉണ്ടാവും. ഡെൽറ്റയ്ക്കാണെങ്കിൽ 3 ഫേസ് 3 വയർ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ന്യൂട്രൽ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഇവിടെ എടുക്കാനില്ല. അപ്പോൾ നമുക്കിവിടെയും ലൈൻ വോൾട്ടേജസ് മാത്രമേ ഉള്ളൂ. VRY, VYB ആൻഡ് VRB. ഫേസ് വോൾട്ടേജസ് ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കറണ്ട് നോക്കിക്കേ, കറണ്ട് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് കണ്ടോ, ഈ ലൈനിലെ കറണ്ട് IR വന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ആവും. ദെൻ IY എന്ന് പറയുന്ന കറണ്ട്, ഈ ലൈനിലെ കറണ്ട് IY വന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ആവും. അതിൽ IB വന്നിട്ട് ഇവിടുന്ന് 2ആയിട്ട് ഡിവൈഡ് ആവും. അങ്ങനെ ലൈൻ കറണ്ട്സും ഓരോ ഫേസിലെ കറണ്ടും ഡിഫറെൻ്റ് ആണ്. ഓരോ ഫേസിലെ കറണ്ടും ഓരോ ലൈനിലെ കറണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അവർ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ലൈൻ വോൾട്ടേജസ് മാത്രമേ നമുക്കിവിടെ കാണിക്കാൻ പറ്റുള്ളൂ ഡെൽറ്റ കണക്ഷനിൽ. അപ്പോൾ നമ്മൾ ഫേസർ വരയ്ക്കുന്നത് ആരുടെ ആയിരിക്കും? കറണ്ടിൻ്റെ ഫേസേഴ്സാണ് വരയ്ക്കുന്നത്. നമുക്കറിയാം VRY, VYB ആൻഡ് VBR എന്ന് പറയുന്ന 3 വോൾട്ടേജസ് മാത്രമേ ഇവിടെ കാണിക്കാനുള്ളൂ. അവരെല്ലാം 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ VRYക്കകത്തു നിന്നാണ് നമ്മൾ IRY വരയ്ക്കേണ്ടത്. IRY എന്ന് പറഞ്ഞാൽ എന്താ? VI എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോഡിനനുസരിച്ചാണ് ഇവിടുത്തെ പവർ ഫാക്ടർ ഡിഫറൻസ് വരുന്നത്. ദാറ്റ് ഈസ് VRY എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ, VRY എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ Rനും Yക്കും ഇടയിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ്. ബട്ട് ഇവിടുത്തെ ലോഡ് RL ലോഡാണ്. ഒരിക്കലും അത് ആ കറണ്ടും IRY എന്ന് പറയുന്ന കറണ്ടും ഇവിടുത്തെ വോൾട്ടേജും ഇൻ ഫേസിൽ വരില്ല. അത് കുറച്ച് കറണ്ട് ലാഗായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇൻഡക്റ്റീവ് എലമെൻറ്റ് വരുമ്പം. അപ്പം ഇവിടെ ഒരു ആംഗിൾ ഫൈ ഉണ്ട്. സോ IRY വരയ്ക്കും. അപ്പോൾ ഓരോന്നും വരയ്ക്കും. YYB വരയ്ക്കുമ്പോഴും ഇവിടെ ഒരു 5 ആംഗിൾ വരും. VBR നിന്ന് IBR വരയ്ക്കുമ്പോഴും 5 ആംഗിൾ ഡിഫറൻറ്റ് വരും. 5 ആംഗിൾ ഡിഫറൻസ് വന്നാലും ഇവരെല്ലാവരും 120 ഡിഗ്രി അപ്പാർട്ടായിരിക്കും. ഇപ്പോൾ വരച്ച IRY, IYB ആൻഡ് IBR 3 കറണ്ടും ലൈൻ കറണ്ട്സ് എല്ലാം ഈ ഓരോ ലൈനിലെയും ഫേസിലെയും കറണ്ട് എന്ന് പറയുന്നത് 120 ഡിഗ്രി അപ്പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് IRY എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ IBRൻ്റെ വാല്യൂ ഉണ്ട്, IYBയുടെ വാല്യൂ ഫേസറുണ്ട്. ഇനി നമുക്ക് വേണ്ടത് IR എന്ന് പറയുന്ന കറണ്ട് വേണം. സോ IR എന്ന് പറയുന്ന കറണ്ട് ഏതാ? ഇത് നോക്കിക്കേ, ഈ R ഫേസിലെ ഈ ലൈനിലെ കറണ്ടാണ് IR. അതുപോലെ IRY എന്ന് പറയുന്നത് ഈ ഫേസിലെ കറണ്ടാണ്. അപ്പം ഇവർ IRYയുടെയും IRBയുടെയും റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് IR കണ്ടുപിടിക്കാം. അങ്ങനെ 2 കറണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തേർഡ് കറണ്ട് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ളത് നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുന്നത്. അപ്പം നോഡിലെ ഇക്വേഷൻ അനുസരിച്ചിട്ട് IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRY മൈനസ് IBR എന്ന് കിട്ടും. അതാണ് ഇവിടെ ഫിഗറിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. ദാറ്റ് ഈസ് IR എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വരുന്നു. ഇവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കറണ്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കറണ്ട് ഇങ്ങോട്ട് പോകുന്നതായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. സോ IR is a sum of എന്തൊക്കെയാണ്? IRY ആൻഡ് IBR. അവരെ രണ്ടുപേരും ഡയറക്ഷൻ നോക്കുക. IR is IRY മൈനസ് IBR എന്നവരെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് IR is IRB മൈനസ് IBR. സോ നമ്മൾ IRB വരയ്ക്കുന്നു, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ദെൻ മൈനസ് IBR എന്ന് പറഞ്ഞാൽ IBRനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കും, മൈനസ് IBR. സോ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രീസ്. സോ IR എന്ന് പറയുന്നത് IR by the whole square പ്ലസ് ഉണ്ടോ I phase square പ്ലസ് രണ്ട് ഫേസിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു I phase ഇൻറ്റു cos 60. 60 ഡിഗ്രിയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. സോ IL is √3 ടൈംസ് I phase എന്ന് കിട്ടും. ഫേസ് ഇവിടെ കറണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത് ഡെൽറ്റ കണക്ഷനിൽ. കാരണം KCL നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഒരു നോഡിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകൾ ഡിവൈഡ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സ്റ്റാറിലാണെങ്കിൽ നമ്മൾ വോൾട്ടേജാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഇത്രയും പഠിച്ചു വയ്ക്കുക. ഡെൽറ്റ കണക്ഷനിൽ IL is √3 ടൈംസ് I phase ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വലായിട്ടായിരിക്കും വരുന്നത്.
നമ്മൾ ജസ്റ്റ് ബാലൻസ്ഡ് 3 ഫേസ് സർക്യൂട്ട്സ് നോക്കുകയാണ്. 3 ഫേസ് ബാലൻസ്ഡ് ആയിട്ടുള്ള, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കറണ്ട് ഇല്ല, IN = 0 ആണ്. അപ്പം സെറ്റ് ഓഫ് 3 ഇമ്പിഡൻസസ് ഇന്റർകണക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാർ ഓർ ഡെൽറ്റ ഫോം എ 3 ഫേസ് സ്റ്റാർ ഓർ ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. ആ ലോഡിൽ എങ്ങനെയാണ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് 3 ഇമ്പിഡൻസസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഈക്വൽ ദെൻ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് 3 ഫേസ് ലോഡ്, അതർവൈസ് ഇറ്റ് ഈസ് അൺബാലൻസ്ഡ്. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഓരോ ഫേസിന് അക്രോസും കണക്ട് ചെയ്യുന്ന ഇമ്പിഡൻസസ് ഡെൽറ്റ കണക്റ്റഡോ സ്റ്റാർ കണക്റ്റഡോ ആയിക്കോട്ടെ, ഇമ്പിഡൻസസ് സെയിം ആണെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. സോ വോൾട്ടേജും സെയിം ആയിട്ട് വരും, നമുക്കവിടെ ഒരു ന്യൂട്രൽ കറണ്ടൊന്നും വരില്ല. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. പക്ഷേ ഇമ്പിഡൻസ് വ്യത്യാസമായിട്ട് വരുവാണ്. ZBR, ZYB ആൻഡ് ZRY എന്നീ 3 ഇമ്പിഡൻസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം സെയിം ആണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, ബാലൻസ്ഡ് ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് ആൻ അൺബാലൻസ്ഡ് സിസ്റ്റം. സോ വോൾട്ടേജ് ഡിഫറൻസ് വരും. അപ്പം ഇവിടെ നമ്മൾ കണ്ടോ 3 വോൾട്ടേജസ് VRY, VYB ആൻഡ് VBR എടുത്തിട്ടുണ്ട്. V∠0, V∠-120, V∠120. അപ്പം ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ബാലൻസ്ഡ് ആണ്. ഓരോന്നിൻ്റെയും ഇമ്പിഡൻസ് കണ്ടുപിടിച്ചിരിക്കുവാണ്, കറണ്ട് കണ്ടുപിടിച്ചിരിക്കുവാണ്. അപ്പോൾ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചു, ലൈൻ കറണ്ട്സ് കണ്ടുപിടിച്ചു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായും, ബാലൻസ്ഡ് ഡെൽറ്റയിലും ബാലൻസ്ഡ് സ്റ്റാറിലെ എഫക്ട്സ് ഒക്കെ. പക്ഷെ നമുക്ക് അൺബാലൻസ്ഡ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പം ബാലൻസ്ഡിൽ ഇങ്ങനെയാണ് വരുന്നത്. VRN എന്ന് പറയുന്നത് VYN ഉം VBN ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ആണ്. ഇപ്പം ന്യൂട്രൽ വയറിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. IR + IY + IBയുടെ സമ്മ ആയിരിക്കുമല്ലോ ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ്ഡ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ വരും. IN = -IR + IY + IB. ബാലൻസ്ഡ് സിസ്റ്റത്തിൽ ന്യൂട്രൽ കറണ്ട് 0 ആയിരിക്കും. അൺബാലൻസ് ആകുമ്പോൾ ഏതെങ്കിലും ലോഡ് വ്യത്യാസം വരുമ്പം ദെയർ ഇസ് എ ന്യൂട്രൽ കറണ്ട്. എപ്പോഴും നമ്മുടെ KSBയുടെ ലോഡൊക്കെ അൺബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും ന്യൂട്രലിൽ ഒരു ചെറിയ കറണ്ട് കാണും. അതായത് ബാലൻസ്ഡ് 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്, ബാലൻസ്ഡ് ലോഡാണെങ്കിൽ ഇതർ ഇറ്റ് ഈസ് 3 ഫേസ് 4 വയർ. അപ്പം Rഉം Yയും Bയും N ഉണ്ടെങ്കിലോ RYB മാത്രമേ ഉള്ളെങ്കിലോ പ്രോബ്ലം ഒന്നുമില്ല, ബാലൻസ്ഡ് ആണെങ്കിൽ. അൺബാലൻസ്ഡ് ആകുമ്പോഴാണ് ന്യൂട്രലിലെ കറണ്ട് വരുന്നതും അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പവർ കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 വാട്ട് മീറ്റർ മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെഷർമെൻറ്റ് ലാബിൽ ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ്സിൽ പഠിക്കും. പവർ മെഷർമെൻറ്റ് 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ടുള്ളത് മെഷർമെൻറ്റ് ലാബിൽ വരും. മെഷർമെൻറ്റ്സിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ പഠിച്ച് എത്തിയോ എന്ന് എനിക്കറിയില്ല. 2 വാട്ട് മീറ്റർ മെത്തേഡാണ് 3 ഫേസിന് നോർമലി യൂസ് ചെയ്യുന്നത്. അൺബാലൻസ്ഡ് ആവുകയാണെങ്കിൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് യൂസ് ചെയ്യുന്നു. അപ്പം ഇത്രയും മതി നമുക്കൊരു റിവ്യൂ ക്ലാസ്സിന്. ഇനി നമുക്ക് അൺബാലൻസ്ഡ് സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. ബാലൻസ്ഡ് ഇത്രയും കാര്യങ്ങൾ അറിയാം. സ്റ്റാർ, ഡെൽറ്റ, അതിൻ്റെ കൺവേർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലൊക്കെ എങ്ങനെയാണ് മാറ്റുന്നത്, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷനും